ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീകൃഷ്ണ പരമാത്മനേ നമ. എല്ലാ ഭക്തമക്കൾക്കും എൻ്റെ വിനീതമായ പ്രണാമം. എല്ലാവരെയും ഭഗവാനിൽ അർപ്പിക്കുന്നു. ഓം ലോകാ സമസ്ത സുഖിനോ ഭവന്തു. നമ്മൾ നാരായണീയം ദശകം 55 കാളിയ മർദ്ദനമാണ് നമ്മൾ വായിക്കുന്നത്. കാളിയ മർദ്ദനം എന്ന് പറഞ്ഞാൽ ഒരു ടൂണുണ്ട്. കാരണം ഭഗവാൻ കാളിയൻ്റെ അതായത് ഭണത്തിൽ നൃത്തം ചെയ്യുന്നതായിട്ടാണല്ലോ. അതുകൊണ്ടാണ് ഇതിന് താളത്തിലാണ് ഇത് ചൊല്ലുന്നത്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചൊല്ലിയത്. മക്കൾ വിചാരിക്കും ഇപ്പം എന്താ അമ്മേനെ ചൊല്ലുന്നതെന്ന്. എനിക്കെങ്ങനെ അത് അന്നേരം ആ ടൂണിൽ തന്നെയാണ് ഇവിടെ താളത്തിലായത് എഴുതിയേക്കുന്നത്. അപ്പോൾ അങ്ങനെ ചൊല്ലാനും നമുക്ക് പറ്റത്തുള്ളൂ. ഭഗവാൻ ഇവിടെ നൃത്തം ചെയ്യുമല്ലയോ. കാളിയ മർദ്ദനം എന്ന് പറയുന്നത് കാളിയൻ്റെ പണത്തിൽ ഇങ്ങനെ നൃത്തം ചെയ്യുമ്പോൾ അതൊരു താളത്തിലാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇവിടെ ഭട്ടതിരിപ്പാട് ഈ ടൂണൊക്കെ ഇത് തന്നെ. എങ്ങനെ നമുക്കപ്പോൾ നമുക്ക് തന്നെ വരും. അത് ചൊല്ലുമ്പോൾ ആ ടൂൺ പോലെ ഇനി വരും. എല്ലാവർക്കും നമസ്കാരം. നമുക്കത് ചൊല്ലാം. ഇനി നമുക്ക് 6-ാം ശ്ലോകം വരെ നമ്മൾ ചൊല്ലി. പിന്നെ ഭഗവാൻ കാളിയൻ ഭഗവാനെ വരിഞ്ഞു ചുറ്റി കടിക്കുകയൊക്കെ ചെയ്തു. പക്ഷേ ഭഗവാൻ അവിടെ തൽക്കാലം ഒന്ന് കീഴടങ്ങി നിൽക്കുന്നത് ഇദ്ദേഹത്തിൻ്റെ അഹങ്കാരത്തെ ശമിപ്പിച്ചിട്ട് കീഴടക്കി നല്ലവനാക്കി ഭക്തനാക്കാനുള്ള ശ്രമമാണ് ഭഗവാൻ ചെയ്യുന്നത്. ഇല്ലെങ്കിൽ മറ്റുള്ള അസുരന്മാരെ വധിച്ചതുപോലെ ഭഗവാന് എന്തും ചെയ്യാൻ കഴിവുണ്ടല്ലോ. പക്ഷെ ഇവിടെ കാളിയന് ഒരു ഭക്തനാക്കണം എന്നാണ് ഭഗവാൻ ചിന്തിക്കുന്നത്. നമുക്കതുകൊണ്ട് 7-ാമത്തെ ശ്ലോകം വായിക്കാം. ശ്ലോകം 7. അവിലോക്യ ഭവന്തം അധാകുലിതേ തടഗാമിനി ബാലകഥേനുഗണേ വ്രജഗേഹതലേപ്യനിമിത്തശതം സമുദീക്ഷഗതായ മുനാം പശുപ. അവിലോക്യ ഭവന്തമധാകുലിതേ തടഗാമിനി ബാലകഥേനുഗണി വ്രജഗേഹതലേപ്യനിമിത്തശതം സമുദീക്ഷഗതായ മുനാം പശുപ. ഇവിടെ ഭഗവാനി നാരായണ ഭട്ടതിരിപ്പാട് പറയുന്നു, ഗുരുവായൂരപ്പ നദിയിൽ ചാടിയ ഭഗവാനെ പിന്നെ കാണാത്തതിൽ. അങ്ങനെ കാളിയനിങ്ങനെ വരിഞ്ഞു മുറുക്കും ഭഗവാൻ വെള്ളത്തിനടിയിലായപ്പോൾ ഇവരാരും കണ്ടില്ല. അപ്പോൾ ചാടിയിട്ട് പിന്നെ കൃഷ്ണനെ കണ്ടില്ല. അങ്ങനെ കാണാത്തതിൽ കരയിൽ നിന്ന ബാലന്മാർ ഗോക്കളൊക്കെ എന്ത് ചെയ്തു? വിഷമിച്ചു, ദുഃഖിച്ചു. കുഞ്ഞുങ്ങൾ വിഷമിക്കത്തില്ലേ? കണ്ണനെ കണ്ടില്ല. അപ്പോൾ കരയിൽ നിന്ന കുട്ടികൾ ഗോക്കളും എല്ലാം ഭഗവാനെ കാണാഞ്ഞ് ദുഃഖിച്ചു. വൃന്ദാവനത്തിലെ വീടുകളിൽ ചില ദുർനിമിത്തങ്ങൾ കാണുകയാൽ നന്ദാദി ഗോപാലരും മറ്റും കാളന്തി തീരത്ത് കണ്ണനെ അന്വേഷിച്ച് എത്തിച്ചേർന്നു. കാരണം എന്തൊക്കെയോ പല പല പ്രശ്നങ്ങളുള്ളതായി ദുർനിമിത്തങ്ങൾ കണ്ട്, അതായത് കൊള്ളാത്ത ചില നിമിത്തങ്ങളൊക്കെ ദുശകുനങ്ങളൊക്കെ കണ്ടപ്പോൾ അവർക്ക് എന്തോ പന്തികേടുണ്ടെന്ന് മനസ്സിലായി. ഗോപാലന്മാരും ഒക്കെ കാളന്തി നദിയുടെ തീരത്തേക്ക് കണ്ണനെ അന്വേഷിച്ച് അവരൊക്കെ എത്തിച്ചേരുകയും ചെയ്തു. നമുക്ക് 8-ാമത്തെ ശ്ലോകം വായിക്കാം. ശ്ലോകം 8. അഖിലേഷു വിഭോ ഭവദീയദശാം അവലോക്യ ജിഹാസുഷു ജീവഭരം ഫണിബന്ധനം ആശു വിമുച്യ ജവാദ് ഉദഗമ്യതഹാസജുഷാ ഭവതാ. അഖിലേഷു വിഭോ ഭവദീയദശാം അവലോക്യ ജിഹാസുഷു ജീവഭരം ഫണിബന്ധനം ആശു വിമുച്യ ജവാദ് ഉദഗമ്യതഹാസജുഷാ ഭവതാ. ഇവിടെ ഭഗവാനെ കണ്ണനെ അവർ കാണാഞ്ഞപ്പോൾ സർവശക്തനായ ഭഗവാനെ ഗുരുവായൂരപ്പ എല്ലാവരും അവിടുത്തെ അവസ്ഥ കണ്ടിട്ട് ദുഃഖിതരായി. ഇനി ജീവിച്ചിരിക്കുന്നില്ലെന്നും കാണുന്നതിൽ ചാടിക്കളയാമെന്നുമൊക്കെ ചിന്തിച്ചു കുട്ടികൾ പലരും. ചിലർ അങ്ങയെ പിടിച്ച് കയറ്റാനായി കാളന്തിയിൽ ചാടാനൊരുങ്ങി. അവിടെ നല്ല കയമാണ്. ഇപ്രകാരമുള്ള അവസ്ഥ കണ്ട് അവിടുന്ന് പെട്ടെന്ന് കാളിയൻ്റെ പിടിവിടർത്തി എല്ലാവരുടെയും ദുഃഖമകറ്റിക്കൊണ്ട് പൊങ്ങി വന്നു. ഭഗവാൻ അറിയാം ഇവർ കരയിൽ നിന്നവരോട് എടുത്ത് ചാടിക്കളയും, അപ്പോൾ പിന്നും അതിനേക്കാൾ ദുരിതമാകും. അതുകൊണ്ട് ഭഗവാൻ അറിയാം ഇവർ വിഷമിക്കുന്നുണ്ടെന്ന്. അങ്ങനെ ഭഗവാൻ എന്ത് ചെയ്തു? കാളിയൻ്റെ പിടിയിൽ നിന്ന് വിട്ട് ഭഗവാനെ വരിഞ്ഞ് മുറുക്കി കളഞ്ഞില്ലയോ. അപ്പോൾ ഭഗവാനും വിചാരിച്ച് കുറച്ചു നേരം അങ്ങനെ നിൽക്കാം, എത്രത്തോളം മുറുക്കുമെന്ന് അറിയാമല്ലോ. എന്നിട്ട് അവനെ കീഴടക്കാമെന്ന് ഭഗവാനും മനസ്സിലറിയാം. കാരണം കീഴടക്കി അഹങ്കാരത്തെ ശമിപ്പിച്ചളയണ്ടേ. അതുകൊണ്ട് ഭഗവാൻ ഇങ്ങനെ പിടിവിടർത്തി എല്ലാവരുടെയും ദുഃഖം അകറ്റിക്കൊണ്ട് പൊങ്ങി വന്നു. നമുക്ക് അടുത്ത ശ്ലോകം വായിക്കാം. ശ്ലോകം 9. അധിരുഹ്യ തദഫണിരാജഭണാൻ നനുതേ ഭവതാ മൃദുപാദരുച കളശിഞ്ചിത നൂപുരമഞ്ചുമിളൽ കരകങ്കണ സങ്കുല സങ്കുണിതം.
അതിരുഹ്യതഫണിരാജഭണാൻ നനുർദേ ഭവതാ മൃദുപാദരുച കളശിഞ്ചിത നൂപുരമഞ്ജുമിളൽ കര കങ്കണ സങ്കുല സങ്കുണിതം. ഇവിടെ പിന്നെന്ത് ചെയ്തു? ഭഗവാൻ കാളിയൻ്റെ ഭണങ്ങളിൽ കാരണം പിടിവിട്ട് ഭഗവാൻ പൊങ്ങി വന്നിട്ട് ആ കാളിനെ അങ്ങ് വിട്ടുകളയൂ. കാളിയൻ്റെ ഭണങ്ങളിൽ, അതായത് തലയിൽ ഈ 1000 ഭണങ്ങളുണ്ട്. അതിൽ മൃദുപല്ലവ പാദങ്ങളോടെ, അത് മൃദുവായിട്ട് ആ പല്ലവ പാദങ്ങളോടെ നൃത്തം ചെയ്തു തുടങ്ങി. അങ്ങനെ കാളിയമർദ്ദനം തുടങ്ങി. നൃത്തം വയ്ക്കുമ്പോൾ കാൽത്തളകൾ കിലുങ്ങുകയും കൈവളകൾ കൂട്ടിമുട്ടി ശബ്ദമുണ്ടാക്കുകയും ചെയ്യുന്നത് യഥാർത്ഥത്തിൽ ഒരു എല്ലായിടും ഉള്ളതാണല്ലോ. അത് ഇവിടെയും സംഭവിച്ചു. ഭഗവാന്റെ കാലിലെല്ലാം എന്തുണ്ട്? കിലുങ്ങുന്ന കാൽത്തളകളും കയ്യിൽ വളകളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതിനെല്ലാം മേളം ഉണ്ടാക്കി. കാൽത്തള കിലുക്കവും വളകളുടെ ശബ്ദവും ഒന്നിച്ചു ചേർന്നുള്ള ശബ്ദത്തിനെ ഇവിടെ മേളക്കൊഴുപ്പായി ഇവിടെ വർണ്ണിക്കുവാണ് ഭട്ടതിരിപ്പാട്. നോക്കിയപ്പോൾ സത്യം ശരിയല്ലേ? അത് നൃത്തത്തിൻ്റെ വാദ്യമായി. ഭഗവാന്റെ നൃത്തത്തിന് ഈ വളയുടെ കിലുക്കവും കാലിൻ്റെ കിങ്ങിണി കിലുക്കവും എല്ലാം കൂടെ ആയപ്പോഴത്തേക്ക് താളം മേളങ്ങളെല്ലാം ഒത്തുചേർന്നു. അപ്പോൾ ഭഗവാന് താളത്തിൽ തന്നെ നൃത്തം ചെയ്യാൻ പറ്റിയ നല്ല രസമായ ഒരു നൃത്തം നമുക്കൊന്ന് ചിന്തിക്കാം. അത്ര നല്ലൊരു അവസ്ഥയായിരുന്നു ആ സമയം. നമുക്കും അത് കണ്ടതായി തന്നെ നമുക്ക് രുചിച്ചറിയാം. അത് നമുക്ക് തന്നെ അയവിറക്കാം ആ ഒരു സംഭവം. ഭഗവാൻ എങ്ങനെ നൃത്തം ചെയ്തത് ആ താളത്തിലും മേളത്തിലൊക്കെ. നമുക്ക് അടുത്ത ശ്ലോകം കൂടെ വായിക്കാം. ശ്ലോകം 10. ജുഹൃഷു പശുപ സ്തുതുഷുർ മുനയോ വവൃഷു കുസുമാനി സുരേന്ദ്രഗണ ത്വയി നൃത്യതി മാരുതഗേഹപദേ പരിപാഹി സമാം ത്വ അദാന്തഗതാൽ. ജുഹൃഷു പശുപ സ്തുതുഷുർ മുനയോ വവൃഷു കുസുമാനി സുരേന്ദ്രഗണ ത്വയി നൃത്യതി മാരുതഗേഹപദേ പരിപാഹി സമാം ത്വ അദാന്തഗതാൽ. ജുഹൃഷു പശുപ സ്തുതുഷുർ മുനയോ പവൃഷു കുസുമാനി സുരേന്ദ്രഗണ ത്വയി നൃത്യതി മാരുതഗേഹപദേ പരിപാഹി സമാം ത്വ അദാന്തഗതാൽ. ഇവിടെ ഭഗവാനി ഗുരുവായൂരപ്പ അവിടുന്ന് കാളിയൻ്റെ ഭണത്തിൽ നൃത്തം തുടങ്ങവേ ഗോപന്മാർ ആഹ്ലാദിച്ചു. കാരണം പൊങ്ങി വരികയും ചെയ്ത് കാളിയൻ്റെ ആ തലയിൽ തന്നെ ചവിട്ടി. ഇങ്ങനെ ഒരു തല താഴുമ്പോൾ അടുത്ത തലയിൽ ചവിട്ടും. ഇങ്ങനെ ചവിട്ടി ചവിട്ടി നന്നായി നല്ല അതായത് കാളിയ മർദ്ദനം എന്നല്ലേ പറയാ. അത് നൃത്തത്തിൽ തന്നെ നല്ലതായി അങ്ങനെ കണ്ടപ്പോൾ ഗോപന്മാരെല്ലാം കരയ്ക്ക് നിന്നെല്ലാം ആഹ്ലാദിച്ചു. മഹർഷിമാർ സന്തോഷിച്ചു. സുരഗണങ്ങൾ പൂമഴ പൊഴിച്ചു ആകാശത്തുനിന്ന്. അപ്പോൾ ഇതെല്ലാം മഹർഷിമാർക്ക് കാണാം, ദേവന്മാർക്ക് കാണാം. അപ്പോൾ മഹർഷിമാരാ സന്തോഷിച്ചു, സുരഗണങ്ങൾ അത് ദേവന്മാർ പൂമഴ പൊഴിച്ചു. അങ്ങനെയുള്ള ഭഗവാനെ ഇവിടെ എന്താ വേണ്ടേ നമുക്കെല്ലാവർക്കും? ഭട്ടതിരിപ്പാട് എന്തിനാ വർണ്ണിക്കുന്നേ? അങ്ങനെയുള്ള നാരായണ കൃഷ്ണ ഗുരുവായൂരപ്പ സഹിക്കാൻ വയ്യാത്ത എൻ്റെ രോഗത്തെ ശമിപ്പിച്ച് രക്ഷിക്കണമേ. ഭട്ടതിരിപ്പാട് പറയുന്നത് ഇതെല്ലാവരും സന്തോഷിക്കുന്നു, ആഹ്ലാദിക്കുന്നു. എന്നാൽ അതിവേദനയായി കഴിയുന്ന പല മക്കളുണ്ട് നമ്മുടെ ഇടയിലും. എന്നുവെച്ചാൽ ഇത് വായിക്കാത്ത അനേകം മക്കൾ ലോകത്തുണ്ട്. എല്ലാവരും എന്ത് വേണം? ഭഗവാനെ അങ്ങനെയുള്ള നാരായണ അവിടുന്ന് സഹിക്കാൻ വയ്യാത്ത വിഷമങ്ങളും ദുരിതങ്ങളും ഒക്കെ നമുക്കുണ്ട്. അതിൽ നിന്നെല്ലാം രക്ഷിക്കണമേ, രോഗങ്ങളെല്ലാം മാറ്റണമേ. അങ്ങനെയുള്ള എന്നെ ആ രോഗത്തിൽ നിന്നെല്ലാം ശമിപ്പിച്ച് രക്ഷിച്ചു തരണമേ എന്ന് നമ്മളെല്ലാവരും ഭട്ടതിരിപ്പാടിനെ പോലെ ചേർന്ന് പ്രാർത്ഥിക്കുക. എല്ലാവർക്കും നമസ്കാരം. ഓം ലോകാ സമസ്ത സുഖിനോ ഭവന്തു. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.